എല്ലാവർക്കും സ്വാഗതം. ഈ റിവ്യൂ ഇഷ്ടപ്പെടുവാണെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്തും സബ്സ്ക്രൈബ് ചെയ്തും സപ്പോർട്ട് ചെയ്യണേ. അപ്പോൾ അലീനയ്ക്ക് കുടിക്കാൻ വേണ്ടി പപ്പത്തെ ചുക്ക് കാപ്പിയൊക്കെ കൊണ്ട് കൊടുത്തിട്ടുണ്ട്. അലീന അതൊക്കെ കുടിച്ചുകൊണ്ടിരിക്കുവാണ്. ഈ സമയം രോഹിത് ഷാജിയുടെ അടുത്തോട്ട് വന്നിട്ട് ചേട്ടൻ എന്തിനാണ് ഇവിടെ നിൽക്കുന്നത്, അകത്തേക്ക് വാ എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് അകത്തേക്ക് വിളിച്ചുകൊണ്ട് പോവാം. എന്നിട്ട് ശരണ്യയുടെ അമ്മയുടെ അടുത്ത് കൊണ്ടിരുത്തും. ഞാൻ ഇപ്പോൾ വരാട്ടോ എന്ന് പറഞ്ഞ് എന്നിട്ട് അപ്പുറത്തേക്ക് പോകും. അന്നേരം രോഹിത് അങ്ങ് പോയി കഴിയുമ്പം ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, ആ ചെറുക്കൻ കൊച്ച് എന്ത് മര്യാദയ്ക്കാണ് പെരുമാറുന്നത്, ഇതൊക്കെ എങ്ങനെ ഇതുപോലുള്ള കൂട്ടുകെട്ടിലൊക്കെ പോയി വീണത് എന്നിങ്ങനെ പറയുമ്പം ഷാജി പറയുന്നുണ്ട്, പണത്തിൻ്റെ കൊഴുപ്പല്ലേ, പിന്നെ കൂട്ടുകെട്ടും മോശമാണെങ്കിൽ പിന്നെ പറയുകയും വേണ്ട, ഇങ്ങനെയൊക്കെ വന്നില്ലെങ്കിൽ അതിശയമുള്ളൂ എന്നൊക്കെ ഇങ്ങനെ പറയുമ്പോഴത്തേക്കും ശരണ്യ പറയും പയ്യെ പറ എന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും രോഹിത് ബബിതയും കൃഷ്ണമോളെയും വിളിച്ചുകൊണ്ട് വരും. എന്നിട്ട് പരിചയപ്പെടുത്തും കേട്ടോ, ഇത് രണ്ടും എൻ്റെ അനിയത്തിമാരാണ്, ഒരാൾ ബബിത ഒരാൾ കൃഷ്ണമോൾ എന്നൊക്കെ പറഞ്ഞ് പരിചയപ്പെടുത്തുന്നതേക്കും ഇതൊക്കെ കാണുന്ന ശരണ്യയ്ക്ക് ഭയങ്കര സന്തോഷമാണ്. എന്നിട്ട് രോഹിത് തിരിച്ചു വരെയും പരിചയപ്പെടുത്തും, ഇതാണ് ശരണ്യ, അത് ശരണ്യയുടെ അമ്മ, ഇത് ഷാജിയേട്ടൻ എന്നിങ്ങനെ പറയുമ്പോഴത്തേക്കും കൃഷ്ണമോൾ ഷാജിയേട്ടൻ എനിക്കറിയാം, അലീന ചേച്ചി എല്ലാം പറഞ്ഞു തന്നിട്ടുണ്ട്, ഷാജിയേട്ടൻ അന്ന് ഹീറോയെ പോലെ അലീന ചേച്ചി രക്ഷിച്ചില്ലേ, ആ കഥയൊക്കെ അറിയാം, ഞങ്ങൾ വീഡിയോയും കണ്ടിട്ടുണ്ടെന്ന് പറയും. അന്നേരം ബബിത പറയുന്നുണ്ട്, ആ വീഡിയോ ഞാൻ 3-4 തവണ കണ്ടു കേട്ടോ, അതിൻ്റെ അകത്ത് ഹീറോ ഷാജിയേട്ടനാട്ടോ എന്നൊക്കെ പറയുമ്പോൾ ആ വീഡിയോ ഒക്കെ നിങ്ങൾക്ക് കിട്ടിയായിരുന്നോ എന്ന് ചോദിക്കും. പിന്നെ ഞങ്ങൾ എത്ര പ്രാവശ്യം കണ്ടു എന്നറിയാമോ, അതുപോലെ അവിടെ വന്നിട്ടുള്ള കാര്യങ്ങളെല്ലാം അലീന ചേച്ചി ഞങ്ങളോട് പറയാറുണ്ട് എന്നൊക്കെ പറയും. ഇത്രയൊക്കെ പറഞ്ഞു കഴിയുമ്പോഴേക്കും ശരണ്യ ചോദിക്കേ, അലീന ചേച്ചി എവിടെയാ, ചേച്ചീനെ ഒന്ന് കാണാൻ പറ്റുമോ എന്ന്. അന്നേരം പറ്റൂല്ലോ, പോരെ ഞാൻ കാണിച്ചു തരാം എന്ന് പറഞ്ഞ് ബബിത അങ്ങോട്ട് പോകുന്നു. കൂടെ ശരണ്യയുടെ അമ്മയും അങ്ങോട്ട് പോകും. അന്നേരം ഷായിച്ചേട്ടനോട് കൃഷ്ണമോൾ ചോദിക്കും, ഷായിച്ചേട്ടനെ കാണുമൊന്നും വേണ്ടേ അലീന ചേച്ചി എന്ന് ചോദിക്കുമ്പോൾ, ഓ അവർ പോയി കണ്ടിട്ട് വരട്ടെ, ഞാൻ പുറത്തിരിക്കാം എന്ന് പറഞ്ഞ് പുറത്തേക്ക് പോവുകയാണ് ഷാജി. അപ്പോഴത്തേക്കും ബബിത അലീനയുടെ റൂമിൻ്റെ അങ്ങോട്ട് ചെല്ലും. എന്നിട്ട് ചേച്ചിക്ക് ഒരു ഗസ്റ്റ് ഉണ്ട് കേട്ടോ എന്ന് പറയും. എന്നിട്ട് ശരണ്യ അമ്മയും റൂമിലേക്ക് വിളിക്കും. ശരണ്യാണെങ്കിൽ അലീനെ കാണേണ്ട താമസം, അയ്യോ എൻ്റെ അലീന ചേച്ചി എന്ന് പറഞ്ഞ് ഓടി വന്ന് കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുന്നു. എന്നിട്ടിങ്ങനെ ഒരുപാട് നാൾ കാണാതിരുന്ന് കാണുമ്പോൾ ഒരു സ്നേഹപ്രകടനം ഉണ്ടല്ലോ, കുറേ നേരം മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയിരിക്കും. അന്നേരമൊക്കെ അലീന ചോദിക്കുന്നുണ്ട്, ഇത് എന്നതാടി കൊച്ച് നീ കാണിക്കുന്നതെന്ന് ചോദിക്കുമ്പോൾ, ഒത്തിരി നാൾ കൂടി കണ്ടതല്ലേ, എനിക്ക് കണ്ടിട്ടും കൊതി മാറുന്നില്ല എന്ന് പറയുവാണ്. അതിനിടയ്ക്ക് കെട്ടിപ്പിടിച്ചൊരു ഉമ്മയൊക്കെ കൊടുക്കുന്നുണ്ട്. അന്നേരം അലീന പറയുന്നുണ്ട്, ഇങ്ങനെയൊന്നും ചെയ്യല്ലേ, എൻ്റെ പനി നിനക്ക് പിടിക്കുമെന്ന് പറയുമ്പോൾ അലീന ചേച്ചിയുടെ പനിയല്ലേ, എനിക്ക് കുഴപ്പമില്ല എന്ന് പറയുമ്പോൾ അതെൻ്റെ പനിയല്ല, വൈറസ് തരുന്ന പനിയാണ് എന്ന് പറയും. അന്നേരവും ശരണ്യ പറയുന്നുണ്ട്, അലീന ചേച്ചിയുടെ അടുത്ത് നിന്ന് എന്നെ കിട്ടിയാലേ എനിക്ക് ഒരു കുഴപ്പമില്ല എന്ന്. എന്നിട്ട് പിന്നെയും കെട്ടിപ്പിടിച്ച് ഇങ്ങനെ നിൽക്കുവാണ്. അന്നേരം ബബിത ചോദിക്കും, നിങ്ങൾക്ക് കുടിക്കാൻ എന്താ വേണ്ടത്, ചായയാണോ കാപ്പിയാണോ എന്ന്. അന്നേരം ഭയങ്കര ഒരു ബുദ്ധിമുട്ടാണ് ശരണ്യയുടെ അമ്മയ്ക്ക്. ഒരു വലിയ വീട്ടിൽ വന്ന് നിൽക്കുന്നു, ഇനി അവർക്ക് ഇഷ്ടപ്പെട്ടില്ലെങ്കിലോ എന്നൊക്കെയുള്ളൊരു തോന്നലുണ്ടാവാം. അയ്യോ അതൊന്നും വേണ്ട, അലീനെ ഒന്ന് കാണണമെന്ന് ഇവള് പറഞ്ഞു, അതുകൊണ്ട് വന്നതേ ഉള്ളൂ, വേറെ ഒന്നും വേണ്ട എന്ന് പറയുമ്പം അലീന പറയുന്നുണ്ട്, മോളെ നീ ചായ എടുക്കുക എന്ന്. അന്നേരം ഞാൻ ചായ എടുക്കാമെന്ന് പറയും. എന്നിട്ട് ഇത് ശരണ്യാട്ടോ എന്ന് പറഞ്ഞാൽ ഒന്നുകൂടെ പരിചയപ്പെടുത്തുമ്പോൾ, ആണോ, ഞാൻ ആ റോഡിൽ കൂടെ പോയ രണ്ടുപേരെ വിളിച്ചുകൊണ്ട് വന്നതാ, എനിക്കിപ്പോഴാണ് മനസ്സിലായത് ഇത് ശരണ്യാണ് എന്നിങ്ങനെ പറയുമോ ബബിതയുടെ ശൈലിയിൽ അങ്ങനെ പറയുന്നതേ ഉള്ളൂ. അന്നേരം അങ്ങനെയാണോ എന്ന് ചോദിക്കുന്നുണ്ട് അലീന. അന്നേക്ക് ശരണ്യ പറയും, അയ്യോ ഞങ്ങളെല്ലാ കാര്യവും ഈ ചേച്ചിയോട് പറഞ്ഞായിരുന്നു എന്ന് പറയും. അന്നേരം അങ്ങനെയാണെങ്കിൽ നീ പോയി ചായ എടുക്കും മോളെ എന്ന് പറയുവാണ് അലീന ബബിതയോട്. അങ്ങനെ ബബിത ചായ എടുക്കാനായിട്ടങ്ങ് പോവും. അത് കഴിഞ്ഞും ശരണ്യെ കെട്ടിപ്പിടിച്ച് ഉമ്മ കൊടുക്കുകയും അതുപോലെ സംസാരിക്കുകയൊക്കെ ചെയ്തുകൊണ്ടിരിക്കുകയാണ് അലീനയോട്. ഈ സമയം പുറത്ത് ഷാജി ഇരിപ്പുണ്ടായിരുന്നല്ലോ. അന്നേരം ഷാജിക്ക് ചായ കൊടുക്കാനായിട്ട് രോഹിതും അതുപോലെ കൃഷ്ണമോളൂടെ അങ്ങോട്ട് വരും. എന്നിട്ട് ഇതെന്താ ചേട്ടൻ ഇങ്ങോട്ട് ഇറങ്ങി പോകുന്നത് എന്ന് ചോദിക്കുമ്പോൾ, അയ്യോ എനിക്ക് പരിചയമില്ലാത്ത വീടല്ലേ, അങ്ങനെ അകത്ത് വന്നിരിക്കാൻ ഒരു മടിയുണ്ട്, അതുകൊണ്ടാന്ന് പറയും. അന്നേരം ഞങ്ങൾക്ക് പരിചയക്കുറവൊന്നുമില്ല കേട്ടോ, അലീന ചേച്ചി എല്ലാം ഞങ്ങളോട് പറഞ്ഞു തന്നിട്ടുണ്ട്. അവിടെ അന്ന് വന്നപ്പം നടന്ന സംഭവങ്ങളും ഷാജിയുടെ വീട്ടിൽ കൊണ്ടുപോയി ഭക്ഷണം കൊടുത്തതും അതുപോലെ അനീതിയുടെ ഡ്രസ്സ് മാറാൻ കൊടുത്തതും ഒക്കെ ചേച്ചി ഞങ്ങളോട് പറഞ്ഞിട്ടുണ്ട് എന്ന് പറയുമ്പോൾ, അയ്യോ ഇതൊക്കെ നിങ്ങളോട് വന്ന് പറയുമോ, ഇതൊക്കെ കേൾക്കാൻ വേണ്ടി നിങ്ങൾ ഇരുന്ന് കൊടുക്കാറൊക്കെ ഉണ്ടോ, അപ്പം ഞാൻ ഇങ്ങനെയൊന്നും അല്ലാട്ടോ കരുതിയത് എന്ന് ഷാജി പറയുന്നുണ്ട്. അന്നേരം പിന്നെ എങ്ങനെയാണ് കരുതിയത്, ഞങ്ങൾ ഇങ്ങനെയാണ് ഇവിടെ എന്നൊക്കെ പറയും. അത് കഴിഞ്ഞ് കൃഷ്ണമോൾ അങ്ങ് പോയി കഴിയുമ്പോഴും രോഹിത്തും ഷാജിയും കൂടെ അവിടെ സംസാരിച്ചിരിപ്പുണ്ട്. ഈ സമയം നമ്മുടെ വൈജ പുറത്ത് ആരൊക്കെയോ സംസാരിക്കുന്ന സൗണ്ട് കേൾക്കുന്നുണ്ട്. പുറത്തേക്ക് ഇറങ്ങി ചെല്ലാനൊരു മടി. പതിയെ വാതിൽ തുറന്ന് ഒളിഞ്ഞിങ്ങനെ നോക്കാൻ തുടങ്ങുമ്പോഴാണ് കൃഷ്ണമോൾ വരുന്നത് കാണുന്നത്. പെട്ടെന്ന് വാതിലടച്ചിട്ട് അകത്തേക്ക് പോരും. അന്നേരം അമ്മ എന്ന് പറഞ്ഞാൽ തട്ടി വിളിക്കുമ്പോൾ അത് കയറി പോരെ എന്ന് പറയും. അങ്ങനെ അകത്തോട്ട് കയറി വരുന്ന കൃഷ്ണമോൾ. എന്നിട്ട് ചായ കൊടുക്കുമ്പോൾ, ഈ നേരത്തെ എന്താ ഇങ്ങനെ ഒരു ചായ, ഇവിടെ വല്ല ഗസ്റ്റും വന്നിട്ടുണ്ടോ എന്ന് ചോദിക്കുമ്പോൾ, ആ ഗസ്റ്റ് വന്നിട്ടുണ്ട് അമ്മേ, ആ ശരണ്യ എന്ന് പറയും. അന്നേരം ഏത് ശരണ്യ എന്ന് ചോദിക്കുമ്പോൾ, രോഹിയേട്ടൻ്റെ ആ സംഭവത്തിലെ ശരണ്യയില്ലേ, ആ പെൺകുട്ടി വന്നിട്ടുണ്ട്, അതിജീവിത എന്ന് പറയുമ്പോൾ
അവൾ മാത്രമേ വന്നിട്ടുള്ളൂ എന്ന് ചോദിക്കും. അന്നേരം അത് മാത്രമല്ല ആ കൊച്ചിൻ്റെ കൂടെ അതിൻ്റെ മാതാശ്രീയും ഉണ്ട് എന്ന് കൃഷ്ണമോൾ പറയുമ്പോൾ മാതാശ്രീ ഇതിനെയൊക്കെ എന്തിനാ ഇങ്ങോട്ട് വലിച്ച് കയറ്റിക്കൊണ്ട് വന്നത്, എനിക്ക് അറിയാൻ മേലാഞ്ഞിട്ട് ചോദിക്കുക എന്ന് പറഞ്ഞ് ദേഷ്യപ്പെടുമ്പം അവരെ അലീന ചേച്ചിയെ കാണാൻ വേണ്ടി വന്നതാ എന്ന് പറയും. അന്നേരം ആ അലീന എന്തിനാ ഇതുങ്ങളെയൊക്കെ ഇങ്ങോട്ട് വലിച്ച് കയറ്റിക്കൊണ്ട് വരുന്നത് എന്നാണ് ഞാൻ ചോദിച്ചത്, ഞാൻ ഇവിടെ ഉണ്ടായിരുന്ന സമയത്തായിരുന്നെങ്കിൽ എല്ലാത്തിനും ഞാൻ ഗേറ്റിന് പുറത്ത് നിർത്തിയേനെ എന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ ചോദിക്കും അതെന്താ അമ്മ ഉണ്ടായിരുന്ന സമയത്തെന്ന് പറയുന്നത്, ഇപ്പം എന്താ അമ്മ ചത്തുപോയോ എന്ന് ചോദിക്കുവാണ്. അന്നേരം നിനക്ക് മനസ്സിലാകഞ്ഞിട്ടൊന്നും അല്ലല്ലോ, ഞാനാണ് ഈ വീട് ഭരിക്കുന്നതെങ്കിൽ ഞാൻ അങ്ങനെ നോക്കിക്കൊണ്ടിരുന്ന കാലത്തായിരുന്നെങ്കിൽ എന്നാ പറഞ്ഞത്. ഇപ്പം അങ്ങനെയല്ലല്ലോ, അവൾ ആ അലീനയുടെ കയ്യിലല്ലേ ഭരണം. അതുകൊണ്ട് ഇതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല, എന്തൊക്കെയാണ് ഈ വീട്ടിൽ നടക്കുന്നത്, നീ പോയി അതുങ്ങളോട് ഇറങ്ങിപ്പോകാൻ പറ എന്ന് പറയും. അന്നേരം കൃഷ്ണമോൾ പറയുന്നുണ്ട് അമ്മ ഈ രീതിയിൽ സംസാരിക്കുകയും പെരുമാറുകയും ഒന്നും ചെയ്യരുത്, അവർ കേട്ടാൽ നാണക്കേടാണ്. ആ പെൺകൊച്ചിൻ്റെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് രോഹിയേട്ടൻ ആ കേസിൽ നിന്ന് ഊരിപ്പോകുന്നത്, അത് അമ്മയ്ക്ക് അറിയാവോ എന്ന് ചോദിക്കുമ്പോൾ പിന്നെ നല്ല മനസ്സ് ആദ്യം നട്ടാ കിളുക്കാത്ത നുണ പറയുക, അത് കഴിഞ്ഞ് മാറ്റി പറയുക, അതിൻ്റെ പേരിൽ മനുഷ്യൻ എന്തോരം ടെൻഷൻ അടിച്ചു, എന്തോരം നാണം കിട്ടു, എന്നിട്ട് അത് വലിയ കാര്യമാണെന്ന് പറഞ്ഞ് പൊക്കി പിടിച്ചുകൊണ്ട് നടക്കുന്നു, നിനക്കൊന്നും വേറെ പണിയൊന്നുമില്ലേ എന്ന് ചോദിക്കും. അന്നേരവും കൃഷ്ണമോൾ പറയുന്നുണ്ട് അമ്മേ ആ പെൺകൊച്ച് കോടതി കയറി മൊഴി മാറ്റി പറഞ്ഞില്ലായിരുന്നുവെങ്കിൽ അമ്മയുടെ മോൻ ഇപ്പോഴും ജയിലിൽ കിടന്നേനെ. അങ്ങനെ പറഞ്ഞതുകൊണ്ടാണ് ഇപ്പം അമ്മയുടെ മോൻ ഈ വീട്ടിൽ സമാധാനത്തോടെ ഇരിക്കുന്നത് എന്ന് പറയുമ്പോഴേക്കും അതങ്ങ് ഇഷ്ടപ്പെടുന്നില്ല വൈജയന്തിക്ക്. വൈജയന്തി പിന്നെ അവൻ രക്ഷപ്പെട്ടത് അവൾ കയറി അവിടെ അങ്ങ് മൊഴി മാറ്റി പറഞ്ഞതുകൊണ്ടൊന്നുമല്ല, ഞാൻ ഇവിടെ കിടന്ന് നെഞ്ചുരുക്കി പ്രാർത്ഥിച്ചത് കൊണ്ടാണ് എന്ന് പറയുമ്പോൾ ഓഹോ അങ്ങനെയാണോ, എങ്കിൽ അമ്മ അങ്ങനെ തന്നെ വിചാരിച്ചു, എനിക്കിപ്പം കൂടുതലൊന്നും പറയാനില്ല, ദേ ഈ ചായ വേണേൽ കുടിക്കുക എന്ന് പറയുമ്പോൾ അവളുമാർക്ക് വേണ്ടി ഇട്ടതിൻ്റെ മിച്ചം ചായയല്ലേ, ഇതെനിക്ക് എച്ചില്ല, എനിക്കിങ്ങ് വേണ്ട, നീ എടുത്തുകൊണ്ട് പോകും എന്ന് പറയുമ്പോൾ വേണ്ടെങ്കിൽ അമ്മ കുടിക്കണ്ട എന്ന് പറയും. എന്നിട്ട് പോകാൻ തുടങ്ങും കേട്ടോ പുറത്തോട്ട്. അന്നേരവും കൃഷ്ണമോൾ പറയുന്നുണ്ട് അമ്മ ഇപ്പം ചെയ്യേണ്ടത് അവിടെ വന്ന് അവരോട് സംസാരിക്കുക, അവരെ പരിചയപ്പെടുക, ഇതൊക്കെയല്ലേ ചെയ്യേണ്ടതെന്ന് ചോദിക്കുമ്പോൾ എൻ്റെ പട്ടി വരുമെന്ന് പറഞ്ഞ് പറയാൻ തുടങ്ങുന്നത് വേണ്ട വേണ്ട വേണ്ട, അമ്മയുടെ പട്ടിയൊക്കെ അവിടെ അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട്, ഇനി അതിനെയൊന്നും ഇങ്ങോട്ട് വിളിച്ചുകൊണ്ട് വരാൻ പറ്റിയല്ല, അതുകൊണ്ട് ഞാൻ ഇറങ്ങി പൊയ്ക്കോളാം എന്ന് പറഞ്ഞ് തർക്കിക്കാൻ ഞാനില്ല, അമ്മയുടെ തർക്കിച്ച് ജയിക്കാനും എന്നെക്കൊണ്ട് പറ്റത്തില്ല എന്ന് പറഞ്ഞ് കൃഷ്ണമോൾ അങ്ങ് ഇറങ്ങി പോവാണ്. അന്നേരം ഭയങ്കര സങ്കടമാണ് വൈജയന്തിക്ക്, ഈശ്വര ഈ കുടുംബം തകർന്നല്ലോ, ഇനി എന്തൊക്കെ കാണേണ്ടി വരും ഞാൻ എന്ന് പറഞ്ഞ് വിഷമിച്ച് നിൽക്കുവാണ്. അപ്പോഴത്തേക്കും ബബിത ശരണിക്കും അമ്മയ്ക്കുമുള്ള ചായ കൊണ്ട് കൊടുക്കുന്നുണ്ട്. അയ്യോ ഇതൊന്നും വേണ്ടായിരുന്നു കേട്ടോ, ഞങ്ങൾ വെറുതെ അലീനെ ഒന്ന് കാണാൻ വേണ്ടി മാത്രം വന്നതാ എന്ന് പറയും. എന്നിട്ട് അന്നേരം ബബിത അത് സാരില്ല ചായ കുടിക്കുക എന്ന് പറയും. ശരണിക്കും കൊടുക്കും കേട്ടോ. അന്നേരം ശരണി പറയുക ഇതുപോലെ വലിയൊരു വീട്ടിൽ കയറുന്നത് ആദ്യമായിട്ടാണ്, എന്നിട്ട് അവിടുന്ന് ഇതേ ചായയും കുടിക്കുന്നു എന്നൊക്കെ പറയുന്നുണ്ട്. ശരണിക്ക് ഭയങ്കര അത്ഭുതമാട്ടോ, അവിടെ അത്രയും വലിയൊരു വീട്ടിൽ ആദ്യമായിട്ടാണ് കയറുന്നത് അതിൻ്റെ. അന്നേരം അലീന ബബിതയോട് പറയുന്നുണ്ട് മോളെ ഇവർക്ക് ഊണോട് കൊടുത്തിട്ടേ വിടാവുള്ളൂ കേട്ടോ എന്ന്. അന്നേരം ബബിത ഒന്നും ഇടാതെ ഇങ്ങനെ നോക്കി നിൽക്കുവാണ്. അന്നേരം മോളും കൃഷ്ണമോളോടെ ഒന്ന് ശ്രമിച്ചാൽ ഊണുണ്ടാക്കാൻ പറ്റിയില്ലേ എന്ന് ചോദിക്കുവാണ്. അന്നേരം ബബിത പറ്റിയില്ലെന്ന് ഞാൻ പറഞ്ഞില്ലല്ലോ, ഞാൻ ഉണ്ടാക്കി കൊടുത്തോളാം എന്ന് പറയുന്നു. എന്നിട്ട് കുറച്ച് നേരം അവരോട് സംസാരിച്ച് എന്നിട്ട് ബബിത ഇങ്ങനെ ഇറങ്ങി പോന്ന് കഴിയുമ്പം ശരണിയുടെ അമ്മ ചോദിക്കുന്നുണ്ട് ആ കൊച്ചിന് മോളോട് എന്തെങ്കിലും ദേഷ്യം ഉണ്ടോ എന്ന്. അന്നേരം എന്നോട് ദേഷ്യമൊന്നുമില്ല, സ്നേഹം മാത്രമേ ഉള്ളൂ, അവൾ അതിങ്ങനെ അങ്ങ് പ്രകടിപ്പിക്കുന്നതേ ഉള്ളൂ എന്ന് പറയും. അതുപോലെ ബബിത പോകുന്നതിന് മുമ്പ് ഷാജി പുറത്ത് വന്നിരിപ്പുണ്ട് എന്നും പറഞ്ഞായിരുന്നു. ഇങ്ങോട്ട് വിളിക്കണമെന്ന് ചോദിക്കുമ്പോൾ വേണ്ട മോളെ ഞാൻ അവിടെ പോയി കണ്ടോളാം, എനിക്ക് നടക്കാൻ പ്രശ്നമൊന്നും ഇല്ല എന്ന് പറയുന്നുണ്ട്. അങ്ങനെ അവർ പുറത്തേക്ക് ഷാജിയെ കാണാൻ വരുവാണ്. ഈ സമയം രോഹിത്തും ഷാജിയായിട്ട് സംസാരിക്കുന്നുണ്ട്. അന്നേരം ഷാജി ചോദിക്കും രോഹിത്തിനോട് ഇപ്പം കോളേജിലൊന്നും പോകുന്നില്ലേ എന്ന്. അന്നേരം ഇല്ല ഏട്ടാ ഇപ്പോൾ പോക്കൊന്നും ഇല്ല എന്ന് പറയുമ്പം എന്ത് തോന്നിയിട്ടാണ് ഇതുപോലുള്ള കൂട്ടുകെട്ടിലൊക്കെ പോയി പെട്ടത് എന്ന് ചോദിക്കും. അന്നേരം പെട്ടുപോയതാ ചേട്ടാ എന്ന് പറയുമ്പം എന്താണെങ്കിലും മോനെ ഈ ഒരു കേസിൽ അലീന ഇടപെട്ടതുകൊണ്ടാണ് മോൻ രക്ഷപ്പെട്ടത്, പിന്നെ അവൾക്ക് കോടതി മുറി കയറി സത്യം പറയാനും തോന്നി, അതുകൊണ്ട് ആ ജീവിതം രക്ഷപ്പെട്ടത്, അല്ലെങ്കിൽ തുറഞ്ഞു പോയേനെ കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും അലീനയും അങ്ങോട്ട് വരും. എന്നിട്ട് ഷാജിയുടെ കുറച്ച് വിശേഷങ്ങളൊക്കെ ചോദിക്കുന്നു, വീട്ടിൽ അമ്മയും പെങ്ങളൊക്കെ സുഖമായിട്ടിരിക്കുന്നു എന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞ് ഊണ് കഴിച്ചിട്ടേ പോകാവുള്ളൂ എന്ന് പറയുമ്പോൾ അയ്യോ അതൊന്നും വേണ്ട കേട്ടോ എനിക്ക് പോകണമെന്ന് പറയും. അന്നേരം അലീന പറയും അത് ശരിയാകിയല്ല, അവർ ഊണ് കഴിച്ചിട്ടേ പോരുന്നുള്ളൂ, അവരെ എന്നിട്ടേ വിടുന്നുള്ളൂ, അവരെ തിരിച്ച് വീട്ടിൽ കൊണ്ടാക്കാനുള്ളതല്ലേ, അതുകൊണ്ട് ഷാജിയേട്ടനും കഴിച്ചിട്ട് പോയാൽ മതി എന്നൊക്കെ പറയുവാണ്. അന്നേരം ഷാജി പറയുക ഇവിടെ ശരിക്കും നീ ഒരു വേലക്കാരിയാണല്ലോ എന്ന് ഞാൻ കരുതിയിരുന്നത്, പക്ഷേ ആ ഒരു രീതിയല്ല, നിനക്കിവിടെ അത്യാവശ്യം വിലയൊക്കെ ഉണ്ട് എന്ന് എനിക്ക് മനസ്സിലായി എന്ന് പറയും. അന്നേരം അലീന പറയുക ശകലം വിലയുണ്ടെന്ന് മനസ്സിലായില്ലേ, ആ വില മതി ഷാജിയേട്ടനെ ഇവിടുന്ന് ഭക്ഷണം കഴിക്കാൻ എന്നും പറയുന്നുണ്ട്. പക്ഷേ ഷാജിക്ക് ഭയങ്കര മടിയാണ്. കുറേ സംസാരിച്ചതിന് ശേഷം അലീന പറയും എനിക്ക് ഒത്തിരി നേരം നിൽക്കാൻ മേല, നടുവേദന, ഞാൻ പോയി കിടന്നോട്ടെ എന്ന് വയ്ക്കും. പോയിക്കോളാനും പറയുന്നു. അങ്ങനെ അലീന അകത്തേക്ക് കയറി പോരുവാണ്.
പിന്നീട് നമ്മുടെ ബാലേന്ദ്രനെയാണ് കാണിക്കുന്നത്. ബാലേന്ദ്രൻ്റെ അടുത്തേക്ക് ബബിത കയറി വരും. ബാലേന്ദ്രൻ എന്തൊക്കെയോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരിക്കുമായിരുന്നു. അന്നേരം ബബിതയെ കാണുന്നത് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ പെട്ടെന്ന് പറഞ്ഞോ, അല്ലെങ്കിൽ ഈ വർക്ക് കഴിഞ്ഞിട്ടേ പറയാൻ പറ്റുള്ളൂ എന്ന് ബാലേന്ദ്രൻ പറയുമ്പോൾ, അയ്യോ ഞാൻ പെട്ടെന്ന് പോയിക്കോളാവേ, അല്ലെങ്കിലും എനിക്ക് സമയമൊന്നുമില്ല, എനിക്ക് പിടിപ്പത് ജോലിയുണ്ടെന്ന് പറയുമ്പോൾ, ഓ ഇവിടുത്തെ കാര്യങ്ങളെല്ലാം ചെയ്യുന്നത് ഇപ്പം താങ്കളായതുകൊണ്ട് സമയമില്ലേ എന്ന് വയ്ക്കും. അന്നേരം ഇല്ല സമയമില്ല, താഴെ വന്ന ഗസ്റ്റിനും എന്നെ തന്നെ വേണമെന്ന് പറയുമ്പോൾ, ഗസ്റ്റോ അതാരാ എന്ന് വയ്ക്കും. അന്നേരമാണ് ഇങ്ങനെ ശരണ്യയും അമ്മയൊക്കെ വന്നിട്ടുണ്ട് എന്ന് പറയുന്നത്. ആദ്യം ഭയങ്കര ആകാംക്ഷയോട്ടോ ബാലേന്ദ്രന്, അവരോ ഇങ്ങോട്ട് വന്നോ എന്നൊക്കെ ചോദിക്കും. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ ബബിതയോട് പറയുന്നുണ്ട്, മോളെ അവരെ നന്നായിട്ട് നോക്കിക്കോണം, നമ്മുടെ കുടുംബത്തിൽ ഇപ്പോൾ ഉള്ള ഈ സന്തോഷത്തിന് കാരണം ആ പെൺകുട്ടിയാണ്. ആ പെൺകുട്ടി കോടതിയിൽ സത്യം പറഞ്ഞതുകൊണ്ടാണ് നമുക്ക് കൈവിട്ടു പോയ നമ്മുടെ രോഹിയെ തിരിച്ചു കിട്ടിയത്. അതൊക്കെ മോൾക്ക് അറിയാലോ എന്നൊക്കെ ചോദിക്കുമ്പോൾ, എനിക്കറിയാച്ചാ, ഞാൻ അവരെ നന്നായിട്ട് നോക്കിക്കോളാം എന്ന് പറയുന്നു. എന്നാൽ മോള് താഴോട്ട് ചെല്ലും, ഞാനിപ്പോൾ വരാമെന്ന് ബാലേന്ദ്രനും പറയുന്നുണ്ട്. ഏതായാലും ഇത് കഴിഞ്ഞ് ബബിത താഴേക്ക് ഇറങ്ങി വരുന്നേക്കും അവർക്കെല്ലാവർക്കും കഴിക്കാനുള്ള ഫുഡ് ഡൈനിങ് ടേബിളിൽ എടുത്ത് വെക്കുന്നുണ്ട് കൃഷ്ണമോൾ. അത് കഴിഞ്ഞ് ശരണ്യ അമ്മയെ വിളിച്ചുകൊണ്ട് വരുന്നു. അവരോട് ഭക്ഷണം കഴിക്കാൻ ഇരിക്കാൻ പറയുമ്പോൾ ഭയങ്കര മടിയാണ്. അയ്യോ ഞങ്ങൾ ഇങ്ങനെയൊന്നും ചെയ്തിട്ടില്ല എന്ന് പറയുമ്പോൾ, അതെന്താ നിങ്ങൾ ഭക്ഷണം കഴിക്കാറില്ലേ എന്ന് ചോദിക്കും ബബിത. അല്ല ഇത്രയും വലിയ വീട്ടിൽ നിന്ന് ഇങ്ങനെ കഴിച്ചിട്ടില്ല, അങ്ങനെ പ്രതീക്ഷിച്ചല്ല ഞങ്ങൾ ഇങ്ങോട്ട് വന്നത് എന്ന് പറയുമ്പോൾ, അങ്ങനെ പ്രതീക്ഷിച്ചായിരുന്നു ഈ രാവിലെ അവിടുന്ന് ഫുഡ് കഴിക്കാതെ വരുമായിരുന്നോ? അതെ നിങ്ങൾ അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല, ഇത് ഇത്തിരി വലിയ വീടാണെന്നേ ഉള്ളൂ, ഇവിടെ ഭക്ഷണം കഴിക്കുന്നത് നിങ്ങളെപ്പോലെ തന്നെയാണ്, ചോറിന് അരി തന്നെയാണ്, പിന്നെ കറികളുണ്ടാക്കാൻ പച്ചക്കറിയും മീനും ഒക്കെ മേടിക്കുന്നത് മാർക്കറ്റിൽ നിന്ന് തന്നെയാണ്, അതിന് വലിയ വ്യത്യാസമൊന്നുമില്ല, അതുകൊണ്ട് നിങ്ങൾ കഴിക്കാനിരിക്കുക, അങ്ങനെ പേടിക്കേണ്ട കാര്യമൊന്നുമില്ല എന്നൊക്കെ ബബിത പറയുന്നുണ്ട്. അപ്പോഴത്തേക്കും ബാലേന്ദ്രനും അങ്ങോട്ട് ഇറങ്ങി വരും. എന്നിട്ട് ബാലേന്ദ്രനെ പെട്ടെന്ന് ബബിത ഇതാട്ടോ ശരണ്യ എന്ന് പറഞ്ഞ് പരിചയപ്പെടുത്തും. അന്നേരം മോളെ എനിക്ക് അറിയാലോ എന്ന് പറയും. എന്നിട്ട് ബാലേന്ദ്രൻ ശരണ്യയോട് പറയുന്നുണ്ട്, മോളുടെ നല്ല മനസ്സുകൊണ്ട് മാത്രമാണ് എൻ്റെ മകൻ ഇന്നിപ്പം ഇവിടെ സമാധാനത്തോടെ ഇരിക്കുന്നത്, എൻ്റെ മകന് വേണ്ടി ഞാൻ മോളോട് ക്ഷമ ചോദിക്കുവാണ്, അവനോട് പുറത്തു കൊടുത്തേക്കണം കേട്ടോ, ഒരു തെറ്റുപറ്റി പോയതാണ് എന്നൊക്കെ പറയും. അന്നേരം ശരണ്യ ഇങ്ങനെ ചിരിച്ചുകൊണ്ട് ഇങ്ങനെ നിൽക്കുമല്ലേ. അന്നേരം ബാലേന്ദ്രൻ ശരണ്യയുടെ അമ്മയോട് പറയുന്നുണ്ട്, ഇവളെ ഓർത്ത് ഇനി ടെൻഷൻ അടിക്കേണ്ട കാര്യമൊന്നുമില്ല കേട്ടോ, ഇവൾ നന്നായി വരും, നന്നായിട്ട് പഠിക്കണം എന്നൊക്കെ പറയും. എന്നിട്ട് ശരണ്യയുടെ കൈകൾ രണ്ടും ഇങ്ങനെ കൂട്ടിപ്പിടിച്ചിട്ട് പറയുന്നുണ്ട്, എത്ര നന്ദി പറഞ്ഞാലും എത്രയൊക്കെ കാര്യങ്ങൾ അങ്ങോട്ട് ചെയ്തു തന്നാലും മോൾ കാണിച്ച ആ ദയയ്ക്ക് പകരമാകില്ല എന്നറിയാം, മോള് നന്നായി വരണം, അതുപോലെ മോള് ഞങ്ങളോട് മനസ്സുകൊണ്ട് ക്ഷമിച്ചേക്കണം കേട്ടോ എന്നൊക്കെ പറയുന്നുണ്ട്. അങ്ങനെ ബാലേന്ദ്രൻ ശരണ്യയുടെ കൈകളിൽ പിടിച്ചു നിന്ന് ഇങ്ങനെ ഓരോ കാര്യങ്ങൾ പറയുന്നു, ഭയങ്കര സ്നേഹത്തോടെ ചേർത്ത് പിടിക്കുന്നു. അന്നേരം ശരണ്യയുടെ അമ്മ പറയുന്നുണ്ട്, ഇവൾക്ക് അതിന് ഇവിടുത്തെ മോനോട് അങ്ങനെ ദേഷ്യമൊന്നുമില്ല, ഒരു വാക്കുകൊണ്ട് പോലും അവളെ ഉപദ്രവിച്ചിട്ടില്ല അല്ലെങ്കിൽ വേദനിപ്പിച്ചിട്ടില്ല ആ മോനെന്ന് അവൾ പറഞ്ഞിട്ടുണ്ട് എന്ന് ശരണ്യയുടെ അമ്മയും പറയുന്നുണ്ട്. അത് കഴിഞ്ഞ് ബാലേന്ദ്രൻ അവരോട് പറയും, ഭക്ഷണം കഴിച്ചിട്ട് പോകാളോ, ഭക്ഷണം കഴിക്കാൻ ഇരിക്കുക എന്നൊക്കെ പറയുമ്പോൾ ഇവർക്ക് ഭയങ്കര മടിയാണ്. അന്നേരം മടിക്കൊന്നും വേണ്ട, ഭക്ഷണം കഴിച്ചിട്ട് പോയാൽ മതി എന്ന് പറയും. പിന്നെ അലീനയുടെ കാര്യമൊക്കെ അവർ പറയുന്നുണ്ട്, അലീനയെ ഭയങ്കര ഇഷ്ടമാണ്, അലീനയാണ് അവൾക്ക് പുറത്തിറങ്ങി നടക്കാനും ആൾക്കാരെ ഇങ്ങനെ ഫേസ് ചെയ്യാനും ഒക്കെ ഉള്ള ധൈര്യം കൊടുത്തത് എന്നുള്ള കാര്യങ്ങളും എല്ലാം പറയുന്നുണ്ട്. ഏതായാലും അവരോട് ഭക്ഷണം കഴിക്കാനിരിക്കുക, ഞാൻ ഷാജിനെ ഒന്ന് കണ്ടിട്ട് വരാം എന്ന് പറഞ്ഞ് ബാലേന്ദ്രൻ പുറത്തേക്ക് പോകുന്നു. ഇവർ ഭക്ഷണം കഴിക്കാനിരിക്കുമ്പോൾ ഭയങ്കര മടിയാണ്, വിളമ്പി കൊടുക്കുമ്പോൾ മതി വേണ്ട എന്നൊക്കെ പറയുക, എന്നിട്ട് കഴിക്കണോ വേണ്ടിയോ എന്നോർത്ത് രണ്ടുകൂടെ മുഖത്തോട് മുഖം നോക്കിയിരിക്കുക. അന്നേരം ഭക്ഷണം കഴിക്കുക നോക്കിയിരിക്കാതെ എന്നൊക്കെ പറയുന്നുണ്ട് ബബിത. ഏതായാലും ഇത്രയും കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ കഥ അവസാനിക്കുന്നത്. പിന്നെ നാളത്തെ പ്രൊമോ കാണിക്കുന്നുണ്ട്. പ്രൊമോയിൽ ഷാജിയോട് പോയി സംസാരിക്കുന്ന ബാലേന്ദ്രനെ കാണിക്കുന്നുണ്ട്. അതുപോലെ ശരണ്യയും അമ്മയും വീട്ടിലോട്ട് തിരിച്ച് ചെന്നതിന് ശേഷം ഇവിടുത്തെ വിശേഷങ്ങളൊക്കെ പറയുന്നുണ്ട്. ശരണ്യയുടെ അമ്മ പറയുവാണ്, ആ വീട്ടിൽ ചെന്ന് കഴിഞ്ഞാൽ അവിടെയുള്ളവരുടെ സ്നേഹം കണ്ടിട്ടുണ്ടെങ്കിൽ തിരിച്ചു പോരാൻ പോലും തോന്നിയില്ല എന്ന് പറയുമ്പം എന്നത്തെയും പോലെ തന്നെ ഗോപൻ ഇഷ്ടപ്പെടുകയില്ല, അവരങ്ങനെ തേനും പാലും ഒക്കെ ഒഴുക്കും, അതിൻ്റെ അകത്ത് നിങ്ങൾ അങ്ങ് മയങ്ങണ്ട എന്നൊക്കെ പറയുന്നു. അന്നേരം ശരണ്യയുടെ അച്ഛൻ ചോദിക്കുന്നുണ്ട്, ഈ അലീനയ്ക്ക് എങ്ങനെയാണ് അവിടെ നല്ല രീതിയിൽ ജീവിക്കാനൊക്കെ പറ്റുന്നുണ്ടോ, ആ പെൺകൊച്ചിനെ നല്ല രീതിയിൽ നോക്കുന്നുണ്ടോ അവർ എന്നൊക്കെ ചോദിക്കുമ്പോൾ, അയ്യോ ആ പെൺകുട്ടികൾ അവിടെ 2 പെൺകുട്ടികളുണ്ട്, അവർ സ്വന്തം ചേച്ചിയെ പോലെയാണ് നോക്കുന്നത്, ഭക്ഷണമൊക്കെ ഉണ്ടാക്കി അലീനയുടെ റൂമിൽ കൊണ്ട് കൊടുക്കും എന്നൊക്കെ ഇവർ ഭയങ്കര അത്ഭുതത്തോടെയാണ് വീട്ടിൽ പോയി പറയുന്നത്. എന്നാലും ഇതൊക്കെയായിരുന്നു ഇന്നത്തെ കഥ.